നാസിഫ് കാലിക്കറ്റ്, നിങ്ങൾ കാലിക്കറ്റിൽ എവിടെയാ എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഒരു അഡ്രസ്സായിട്ട് ഞാൻ പറയാറുള്ളത് കണ്ണമ്പറമ്പ് പള്ളി എന്നുള്ള ഈ പള്ളിയാണ്. ചെറുപ്പം മുതലേ ഞാൻ ഈ പള്ളിയിൽ നിന്നാണ് മൗലിദിൻ്റെ ഇരടികളും അതുപോലെ മാലപ്പാട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എൻ്റെ മദ്രസ കാലയളവിൽ ഞാൻ ആലപിച്ചു തുടങ്ങിയത്. ആ പള്ളിയുടെ തിരുമുറ്റത്ത് വന്ന് ഇങ്ങനെ 1500-ാമത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൻ്റെ ഈ സുന്ദരമായ വേളയിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതിൽ തന്നെ വലിയ സന്തോഷം തോന്നുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നബിദിനം എന്നത് അടുത്ത കാലത്ത് വന്നതാണ്, അത് പണ്ടൊന്നും ഇല്ലാത്തതാണ്. ഇങ്ങനെ പറയുന്നവരോട് പല ആഘോഷങ്ങളും ഏത് രൂപത്തിലാണ് കൊണ്ടാടുന്നത്, എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. എന്നാൽ ലോകത്തിനാകെ റഹ്മത്തായി വന്ന അഷ്റഫുൽ ഖൽഖായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറന്നു വീണ ആ സുന്ദരമായ മാസത്തെയും ദിവസത്തെയും ഒക്കെ ബഹുമാനിച്ച് ആളുകൾ നല്ലത് ചെയ്യുമ്പോൾ ഒരിക്കലും അതിനെ നിരുത്സാഹപ്പെടുത്താൻ നിങ്ങൾ ആരും ശ്രമിക്കരുതേ എന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ കൂടെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയാനുള്ളത്, നമുക്ക് പല ആഘോഷങ്ങളുണ്ടാകാം, എന്നാൽ നമ്മൾ നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാത്തിനേക്കാൾ സ്നേഹിക്കേണ്ട മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ നല്ല വസ്ത്രത്തോടു കൂടി മറ്റെന്തിനേക്കാൾ സ്പെഷ്യലായിട്ട് നബിദിനത്തിനെ കണ്ടുകൊണ്ട്, എനിക്കറിയാം ഒരുപാട് യുവാക്കളുടെ ക്ലബ്ബുകൾ സംഘടിപ്പിക്കുന്ന മദ്ഹിൻ്റെ പ്രോഗ്രാമുകൾക്ക് ഞാൻ പോയിട്ടുണ്ട്. എത്രമാത്രം ആവേശത്തോടു കൂടിയാണെന്നോ അതൊക്കെ അവർ സംഘടിപ്പിക്കാറും അതിനുവേണ്ടി ഭക്ഷണം കൊടുക്കുകയും പാവപ്പെട്ടവരെ സഹായിക്കുകയും ചെയ്യുന്നത്. അതൊക്കെ ഇനിയും നിലനിൽക്കണം കൂട്ടുകാരെ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നമ്മൾ ഇങ്ങനെയുള്ള നല്ല പ്രവർത്തികൾ ഒരിക്കലും നമ്മൾ സ്റ്റോപ്പ് ചെയ്തുവിടാം. എനിക്ക് പറയാനുള്ളത്, നമ്മൾ നാടുകളിൽ ചിലപ്പോൾ നബിദിനത്തിൻ്റെ ഫ്ലെക്സുകൾ കിട്ടാറുണ്ട്, ഏവർക്കും നബിദിനാശംസകൾ. അതുപോലെ നബിദിനത്തിൻ്റെ സമയത്ത് പായസവും മിഠായിയും കൊടുക്കുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ടാവും. അങ്ങനെ തുടങ്ങി സഹോദര മതസ്ഥർ പോലും നബിദിനത്തിനോട് എന്താ പറയുക, അതിലൊരു പങ്കാളികളായി സന്തോഷിക്കുമ്പോൾ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മൾ നമ്മുടെ ബിസി ഷെഡ്യൂള് ആണെന്ന് കരുതി കുറച്ച് ബാക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ മുന്നോട്ട് വരിക. നബിദിനം എന്നുള്ളത് നമ്മളെ ഹൃദയം കൊണ്ട് നമ്മൾ സ്വീകരിക്കുക, ഉപയോഗപ്പെടുത്തുക. അതുവഴി അള്ളാഹു നമുക്ക് വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇതല്ല ജീവിതം എന്ന് നമുക്കറിയാം. നാളെ നമുക്ക് രക്ഷപ്പെടാൻ ഉള്ള നല്ലൊരു വഴിയായി ഈ നബിദിനവും നല്ല നല്ല പ്രവർത്തനങ്ങളൊക്കെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ച് മറ്റൊരു വീഡിയോയിൽ കാണാം.